1994 കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികളിൽ പാരാമെഡിക്കൽ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചത്. മെഡിക്കൽ ബയോകെമിസ്ട്രി, മെഡിക്കൽ മൈക്രോബയോളജി, മെഡിക്കൽ ലാബ് ടെക്നോളജി എന്നിവയാണ് കോഴ്സുകൾ. ഇവയുടെ PG കോഴ്സുകളും ആരംഭിച്ചു. ഈ കോഴ്സുകൾക്ക് പക്ഷേ പാരാമെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രമാണ്. സാധാരണ ഡിപ്ലോമയെ അപേക്ഷിച്ച് 6 വർഷം, PG അടക്കം 6 വർഷമാണ് ഈ കോഴ്സ്. അപ്പോൾ അത്രയും ഡീപ്പായിട്ടാണ് ഇത് പഠിക്കുന്നത്. കേരളത്തിന് പുറത്ത് ഇത് ഒരുപാട് സ്കോപ്പ് ഉള്ളൊരു ജോലിയാണ്, സാധ്യതകളുള്ളൊരു ജോലിയാണ്. സർക്കാർ ആശുപത്രികളിലെ പാരാമെഡിക്കൽ തസ്തികകളിൽ നിയമനത്തിന് അർഹതയുള്ളത് പാരാമെഡിക്കൽ ഡിപ്ലോമ നേടിയവർക്ക് മാത്രമാണ്. പ്രാപ്തരായിട്ടുള്ള ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ വിവിധങ്ങളായ സർവകലാശാലകൾ ഇത്തരം കോഴ്സുകൾ നടപ്പിലാക്കുന്നത്. എന്നാൽ ഇവരെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ആശുപത്രികൾ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പുറം രാജ്യങ്ങളിലേക്ക് അവരെ ഉപയോഗപ്പെടുത്തുന്നതിന് വിട്ടുകൊടുക്കുന്ന ഒരു തരത്തിലാണ് സർക്കാരിൻ്റെ ഈ ഒരു സംവിധാനം കൊണ്ട് സാധിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി യൂണിവേഴ്സിറ്റി ബിരുദം നേടിയിട്ടും തൊഴിലിനുള്ള യോഗ്യത ലഭിക്കുന്നില്ലെന്നതാണ് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ വെട്ടിലാക്കുന്നത്. നജാത്തുള്ള, മീഡിയ 1, കോഴിക്കോട്.